ഹായ് ഓൾ, ഐ ഹോപ്പ് യു ആർ ഫൈൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ ഒരു സൂപ്പർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള AIDA കുറിച്ചാണ്. സോ AIDA എന്താണെന്നും അതെങ്ങനെ നമ്മളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനകത്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഒരു ഫ്രീലാൻസർ ആയിക്കോട്ടെ, ഇനി ഒരു ബിസിനസ് ഓണർ ആണെങ്കിൽ കൂടെ AIDA പ്രിൻസിപ്പിൾ നിങ്ങളുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആക്ച്വലി വാട്ട് ഈസ് AIDA? AIDA എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, ഡിസയർ, ആക്ഷൻ എന്നതാണ്. അതായത് കസ്റ്റമേഴ്സ് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുൻപ് വരെയുള്ള സ്റ്റെപ്സാണ് ഇതെല്ലാം. അതിൽ ആദ്യം അറ്റൻഷൻ തന്നെ എടുക്കാം. അതായത് നമ്മൾ വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ഇമേജ് കൊണ്ട്, അല്ലെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ കൊണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ കോണ്ടൻസ് കൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അതായത് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടൻസ് നമ്മൾ മേക്ക് ചെയ്ത് അത് സോഷ്യൽ മീഡിയ വഴി നമ്മൾ മാർക്കറ്റ് ചെയ്തെടുത്ത് അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ ഒരു അറ്റൻഷൻ ആദ്യം എന്ത് ചെയ്യണം, നമ്മളുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിലേക്ക് നമ്മൾ കൊണ്ടുവരണം. സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം സ്വീകരിക്കുന്ന ഒരു സ്റ്റെപ്പാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഇനി വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതായത് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ ആദ്യം നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിനെ നമ്മൾ മാർക്കറ്റ് ചെയ്തു. സോ ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സർവീസിൽ കസ്റ്റമേഴ്സ് ഒരുപാട് താല്പര്യം കാണിക്കുന്ന ഒരു സ്റ്റെപ്പാണിത്, അല്ലെങ്കിൽ താല്പര്യം കാണിക്കുന്ന ഒരു സ്റ്റേജാണിത്. ഇതിനെയാണ് ഇൻട്രസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിൽ കസ്റ്റമേഴ്സിന് ഒരു അറ്റൻഷൻ ഉണ്ടാക്കിയെടുത്തു. പിന്നീട് അതേ കസ്റ്റമേഴ്സിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടാർഗറ്റ് ചെയ്ത് നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങിക്കാൻ പാകത്തിൽ അവരിലൊരു താല്പര്യം കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ്, അതിൻ്റെ ബെനിഫിറ്റ്സ്, സ്പെഷ്യാലിറ്റീസ്, അതേപോലെ തന്നെ അത് യൂസ് ചെയ്താലുണ്ടാവുന്ന ഗുണങ്ങൾ, മറ്റ് ഫീച്ചേഴ്സ്, ഇതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതായത് നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അവരിലേക്ക് എത്തുന്നത് വഴി അല്ലെങ്കിൽ അവരത് യൂസ് ചെയ്യുന്നത് വഴി അവർക്കുണ്ടാകുന്ന ഗുണങ്ങളിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാനത് മാർക്കറ്റ് ചെയ്യാനായിട്ട്. സോ അങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നമ്മളുടെ പ്രൊഡക്റ്റിനെയോ സർവീസിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ്, ഒരു താല്പര്യം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ വരുന്നത് അതായത് ഡിസയർ. ഡിസയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിൽ കസ്റ്റമേഴ്സിന് ഒരു താല്പര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ഇൻട്രസ്റ്റഡ് ആയിക്കഴിഞ്ഞാൽ ശേഷം ചെയ്യേണ്ടത് ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അതിയായ ആഗ്രഹം അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതാണ് ഡിസയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ സർവീസിൻ്റെ ഒരു വാല്യൂ നമ്മൾ തീർച്ചയായിട്ടും അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്, അവരിലേക്ക് എത്തേണ്ടതുണ്ട്. അതിനായിട്ട് സോഷ്യൽ പ്രൂഫ്, ടെസ്റ്റിമോണിയൽസ്, അങ്ങനെയുള്ള പലതരം കണ്ടൻസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതുമാണ്. സോ ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ ആവശ്യകത ശരിക്കും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ അവരിലേക്ക് എത്തിക്കണം. അതായത് പ്രൊഡക്റ്റിൻ്റെ ഇക്കാലത്തുള്ള ആവശ്യകതയെ കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള സോഷ്യൽ മീഡിയ കണ്ടൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമേഴ്സിൻ്റെ ഡിസയർ നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കാൻ കഴിയും. ലാസ്റ്റ് സ്റ്റെപ്പാണ് ആക്ഷൻ. അതായത് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഡിസയർ അല്ലെങ്കിൽ ആഗ്രഹം അവരിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്യാനുള്ളൊരു ആക്ഷൻ എടുക്കാൻ അവരെ നമ്മൾ പ്രേരിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസാന സ്റ്റെപ്പാണ് ആക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് പർച്ചേസ് ചെയ്യണം എന്നുള്ളൊരു താല്പര്യത്തോടു കൂടി, ഒരു ആഗ്രഹത്തോടു കൂടി നിൽക്കുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ ഒരു ആക്ഷൻ എടുക്കാൻ പ്രേരിപ്പിക്കുക. ദാറ്റ് മീൻസ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരു സ്റ്റേജാണ് ഈ ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ആക്ഷൻ എന്ന് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ ഒരുപാട് കണ്ടൻസ് നമുക്കിതിനു വേണ്ടി യൂസ് ചെയ്യാം. പല ആഡ്സും കാര്യങ്ങളും കണ്ടവരെ തന്നെ വീണ്ടും വീണ്ടും കാണിക്കാം. എന്നിട്ടൊരു കോൾ ടു ആക്ഷൻ ബട്ടൺ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ബുക്ക് നൗ, അപ്ലൈ നൗ, ലേൺ മോർ, സൈൻ അപ്പ്, അങ്ങനെ പല പല കോൾ ടു ആക്ഷൻ ബട്ടൺസ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഡയറക്റ്റ് പർച്ചേസിലേക്ക് അവർ എന്ത് ചെയ്യാൻ നമുക്ക് ലീഡ് ചെയ്യാനായിട്ട് പറ്റും. സോ അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അകത്ത് വരുന്ന റീമാർക്കറ്റിങ്ങും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് കണക്റ്റഡ് ആണ്. സോ ആ ഒരു സ്റ്റെപ്പിനാണ് ആക്ഷൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ നമ്മൾ ആക്ഷൻ എടുക്കാൻ പ്രേരിപ്പിക്കുന്ന ബട്ടൺസിനാണ് കോൾ ടു ആക്ഷൻ ബട്ടൺ എന്ന് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പറയാം. അപ്പോൾ AIDAയിലെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ആക്ഷൻ. സോ AIDA നമ്മൾ പറയേണ്ടായി, A എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ, D ഫോർ ഡിസയർ, I ഫോർ ഇൻട്രസ്റ്റ്, ആൻഡ് അഗെയിൻ A ഫോർ
ആക്ഷൻ. സോ ഇത് ഒരു കസ്റ്റമറുടെ ലൈഫ് സൈക്കിളിലൂടെ കടന്നു പോകുന്ന ഒരു സ്റ്റേജ് ആൻഡ് സ്റ്റെപ്സ് ആണ്. മസ്റ്റ് ആയിട്ടും ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ഫോളോ ചെയ്യേണ്ട ഒരു പ്രിൻസിപ്പിളാണ് AIDA പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ AIDA എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് വഴികളുണ്ട്. അതായത് ബ്ലോഗ് പോസ്റ്റ് ചെയ്യാം, അതേപോലെ നല്ലൊരു ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാം, പിന്നെ സോഷ്യൽ മീഡിയ കണ്ടൻസ് യൂസ് ചെയ്യാം, പിന്നെ ഇമെയിൽ മാർക്കറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് രീതികളുണ്ട് നമുക്ക് AIDA പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാനായിട്ട്. അതേപോലെ നമുക്ക് AIDA പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ ഏരിയ ആണ് കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നമ്മൾ റിട്ടേൺ ഫോർമാറ്റിൽ കണ്ടന്റ് എഴുതുക, അല്ലെങ്കിൽ പല പല അട്രാക്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് നമ്മൾ ജനറേറ്റ് ചെയ്തിട്ട് അതുവഴി നമ്മൾ മാർക്കറ്റ് ചെയ്യുക. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലെല്ലാം അപ്ലോഡ് ചെയ്ത്, ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോംസിൽ അപ്ലോഡ് ചെയ്ത്, അല്ലെങ്കിൽ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോംസിൽ പോയിട്ട് എഴുതിയിട്ട്, അങ്ങനെ പല രീതിയിൽ നമുക്ക് കണ്ടന്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് ബ്ലോഗ് പോസ്റ്റ്, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇമേജസ്, വളരെ അപ്പീലിംഗ് ആയി തോന്നിക്കുന്ന ക്രിയേറ്റീവ്സ്, പിന്നെ പോഡ്കാസ്റ്റുകൾ, ഇതിനകത്തെല്ലാം തന്നെ നമുക്ക് AIDA പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനകത്തൊരു കോൾ ടു ആക്ഷൻ ബട്ടൺ കൂടെ നമ്മൾക്ക് വെക്കണമെന്ന് മാത്രം, അവരെ ഒരു ആക്ഷൻ എടുക്കാൻ പ്രേരിപ്പിക്കുന്നതിനായിട്ട്. സോ നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ വർക്ക്സിലും AIDA പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക. കൂടുതൽ ഫോക്കസ്ഡ് ആയി ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് നിങ്ങളുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എത്തിക്കുക. അതുവഴി കൂടുതൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു മുതൽക്കൂട്ടായിരിക്കും AIDA പ്രിൻസിപ്പിൾ. അപ്പോൾ AIDA പ്രിൻസിപ്പിൾ നമ്മളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ അപ്ലൈ ചെയ്യുന്നത് വഴി നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ, അതായത് വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ലീഡ്സും കൺവേർഷൻസും കിട്ടാൻ നമ്മളെ വളരെയേറെ സഹായിക്കുന്നു. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ഫിൻപ്രൂവിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു ഇൻഫോർമേറ്റീവ് ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ, ഹാവ് എ നൈസ് ഡേ.